ലിവർ സിറോസിലുള്ള ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. 75% ക്യാൻസറും ലിവർ ക്യാൻസറും വരുന്നത് സിറോസിസ് ലിവറിലാണ്. എല്ലാ സിറോസിസ് മാറി ക്യാൻസർ ആകണമെന്നില്ല, പക്ഷേ സിറോസിലുള്ള ആൾക്കാർക്ക് അത് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഈ കീ ഹോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുറിവിൻ്റെ അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ പൊസിഷനും കുറയുന്നുള്ളതാണ്. സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ പ്രത്യേകിച്ചും ഈ ലീനുള്ള ആൾക്കാർക്കും വരാം. അവർ കൂടുതലൊന്നല്ല, അവർക്കും പക്ഷെ വരാം. ജസ്റ്റ് ലീനാണെന്ന് വിചാരിച്ച കാര്യമില്ല. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അവരുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവാണ് കൂടുതൽ. പക്ഷെ ആർക്കും അറിഞ്ഞിടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡാമേജിങ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, നമുക്കുള്ള അസുഖങ്ങൾ, അതായത് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലിവറിനെ ആൽക്കഹോൾ എങ്ങനെ ഡാമേജ് ചെയ്യുന്നോ അതിനേക്കാളും കൂടുതൽ ഇതെല്ലാം ഡാമേജ് ചെയ്യുന്നു. ഫാറ്റ് ലിവറിന് യാതൊരു സിംറ്റവും ഇല്ല, കംപ്ലീറ്റ്ലി അസിംറ്റമാറ്റിക്. നമുക്കത് ഒരു തരത്തിലുള്ള സിംറ്റം അതുകൊണ്ട് വരില്ല. നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും മരുന്നായാലും കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ചെല്ലുന്നത് ലിവറിലോട്ടാണ്. പലപ്പോഴും കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് വണ്ണം കുറവായിരിക്കും. പല പ്രശ്നങ്ങളവർക്ക് അവരുടെ ഇനിഷ്യൽ അവർക്ക് മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാണും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഓബ്വിയസ്ലി നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവർ ആക്ച്വലി ആ ഭക്ഷണം അവർ പെട്ടെന്ന് അവർ വലിച്ചെടുത്ത് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം അവർക്ക് ആ ബോഡിക്ക് പേടിയാണ്, ഇനി അങ്ങനെ വരുമോ, മാൽ ന്യൂട്രീഷൻ വരുമോ എന്നുള്ള പേടികളുണ്ടാവും. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. ദ സൈലന്റ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലിവറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലിവറിൻ്റെ രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ സുധീന്ദ്രൻ സാറാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ദ സൈലന്റ് ഓർഗൻ. എന്തുകൊണ്ടാണ് ലിവറിനെ ദ സൈലന്റ് ഓർഗൻ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവറിന് ഒരു 250 ജോലിയുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 250 ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ലിവറിൻ്റെ 50% മതി. ബാക്കി 50% ഡാമേജ് ആയി കഴിഞ്ഞാലും ആ ബാക്കിയുള്ള 50% കൊണ്ട് എല്ലാ ജോലിയും നടത്തും. അപ്പോൾ അതുകൊണ്ട് ആ 100% നിന്ന് കുറഞ്ഞ് 50% പൊക്കഴിഞ്ഞാലും നമ്മളത് അറിയില്ല. അതിൽ നിന്നും കൂടുതൽ ഡാമേജ് ആകുമ്പോഴേ നമ്മൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. അപ്പോൾ ആ 50% ഡാമേജ് ആകാൻ വേണ്ടി ചിലപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മതി, ചിലപ്പോൾ യൂഷ്വലി വർഷങ്ങളെടുക്കും. 5 വർഷമൊക്കെയാണ് യൂഷ്വലി എടുക്കുന്ന സമയം. അപ്പോൾ അതാണ് ആ സമയം ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നേ ഇല്ല. ഈവൻ ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് തോന്നുന്നു പ്രധാനമായിട്ട് എൻ്റെ കാര്യം. നമ്മുടെ ജീവിതശൈലി നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ തകർക്കുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം? എല്ലാവർക്കും അറിയാവുന്ന കാര്യം മദ്യമാണ്, ആൽക്കഹോൾ. ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നത് അത് തന്നെയാണ്. പക്ഷെ ആർക്കും അറിഞ്ഞിടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡാമേജിങ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, നമുക്കുള്ള അസുഖങ്ങൾ, അതായത് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലിവറിനെ ആൽക്കഹോൾ എങ്ങനെ ഡാമേജ് ചെയ്യുന്നോ അതിനേക്കാളും കൂടുതൽ ഇതെല്ലാം ഡാമേജ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ പറയാം, സാർ ഞാനൊന്നും കഴിക്കുന്നില്ല, ആൽക്കഹോൾ തൊട്ടിട്ടില്ല, പിന്നെന്താണ് എനിക്കിത് വന്നത്? അപ്പോൾ ഇതാണ് ഈ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രധാന പ്രോബ്ലം. എസ്പെഷ്യലി ഇന്ത്യയിൽ അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണത്. ഡോക്ടർ, അതുപോലെ പലരും മരുന്ന് കഴിക്കാനൊക്കെ മടിക്കുന്നുണ്ട്. അതായത് ഈ പെയിൻ കില്ലേഴ്സ് ആയാലും ചില മരുന്നുകളായാലും സൈഡ് എഫക്റ്റ് കൊണ്ട് നമ്മുടെ ലിവറിനെ ബാധിക്കും. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? കറക്റ്റാണ്. കാരണം നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കഴിക്കുന്ന ആഹാരമായാലും മരുന്നായാലും കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ചെല്ലുന്നത് ലിവറിലോട്ടാണ്. ഇപ്പോൾ ലിവറാണ് അതിൻ്റെ ഫസ്റ്റ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതിനെ മാറ്റിയെടുക്കുന്നത് മൊത്തം ലിവറാണ്. അപ്പോൾ പല മരുന്നുകളും ഡേഞ്ചറസ് ആണ്. അത് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ അലോപ്പതി ഗുളിക മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം എന്നാണ്. അങ്ങനെയല്ല. അലോപ്പതി ഗുളികയ്ക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ ആയുർവേദവും ഹോമിയോ എല്ലാം. അതിനകത്തെല്ലാം ഒത്തിരി ഡാമേജിങ് കാര്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി വരാൻ പലപ്പോഴും സമയമെടുക്കും. അപ്പം എന്തായാലും അത് എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ അത് ഡാമേജ് ആയിരിക്കും. ഡോക്ടർ, അതുപോലെ ഈ ഉപ്പ് നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കരൾ വീക്കം ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ നാട്ടിൽ പറയാറുണ്ട്. അത് ശരിയാണോ? കരൾ വീക്കത്തിൻ്റെ ഉപ്പിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് വെള്ളം വലിച്ചെടുക്കും. ഉപ്പിരുന്നാൽ വെള്ളം കുടിക്കുന്നത് പറയുന്നത് വളരെ കറക്റ്റാണ്. ഉപ്പ് എവിടെ സോൾട്ട് ഉണ്ടോ അത് വെള്ളത്തിനെ വലിച്ചെടുക്കും.
അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ മലയാളികളുടെ ഒരു കഴിക്കുന്ന സോൾട്ട് ഇൻടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും 2-3 ഇരട്ടിയാണ്. അപ്പോൾ ആ കുടിക്കും അത്രയും സോൾട്ട് കഴിക്കുമ്പം നമ്മൾ കഴിക്കുന്ന വെള്ളം ശരീരത്തിനകത്ത് തന്നെ ഇരിക്കും, അത് വലിച്ചെടുത്ത് നിൽക്കും, അതുകൊണ്ട് നീര് വരും. അപ്പോൾ ലിവറിന് മാത്രമല്ല, അത് ഹാർട്ടിന് നല്ലതല്ല, കിഡ്നിക്ക് നല്ലതല്ല, കാരണം എക്സ്ട്രാ വെള്ളം നമ്മൾ ആവശ്യമുള്ളത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രധാനമായിട്ടും ആളുകൾക്ക് ലിവറുമായിട്ട് സംബന്ധിച്ച് രോഗങ്ങൾ വരുമ്പോൾ ഫാറ്റി ലിവർ സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ്, ക്യാൻസർ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യമേ ഫാറ്റി ലിവറിൻ്റെ കാര്യം എടുക്കാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മദ്യപിക്കാറില്ല പക്ഷേ എനിക്ക് ഫാറ്റി ലിവർ വരുന്നുണ്ട്, എന്താണ് കാരണം എന്നറിയത്തില്ല. ശരിക്കും എന്താണ് ഫാറ്റി ലിവർ, ഇതെങ്ങനെയാണ് വരുന്നത്? സോ നമ്മളിപ്പോൾ ഒരു ദിവസം എനിക്ക് ആവറേജ് ആയിട്ടൊരാൾ പ്രോബബ്ലി ഒരു 1000 കാലറി നമ്മൾ ചിലവാക്കും എന്ന് വെച്ചോളൂ. നമ്മൾ 1000-ന് പകരം നമ്മൾ 1200 കാലറി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ 200 കാലറി നമ്മൾ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് ചെയ്യുന്നത് ലിവറാണ്. നമുക്ക് ഇപ്പം ഒരു ബക്കറ്റ് എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞാൽ അത് വെള്ളം വെളിയിൽ പോകുമല്ലോ. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ കേസിലോ ആനിമൽസിൻ്റെ കേസിലോ അങ്ങനെ സംഭവിക്കില്ല. ആ എക്സ്ട്രാ വെള്ളം നമ്മൾ ഫാറ്റായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എപ്പോഴെങ്കിലും ആഹാരം കിട്ടാതെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണത്. അപ്പോൾ ആ എക്സ്ട്രാ കാലറി പല രീതിയിൽ ചെല്ലും. ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കാലറി റിച്ചാണ്. empty കാലറീസ് പറയും. ഇഷ്ടംപോലെ കാലറി ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ഒരു കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ പ്രോട്ടീനോ ഒന്നുമില്ല, വൈറ്റമിൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പം ആ കാലറീസ് നമ്മുടെ ആവശ്യത്തിനുള്ള എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ കഴിക്കുന്നതെല്ലാം എക്സ്ട്രയാണ്. പലപ്പോഴും ആൽക്കഹോൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഈ ചിക്കൻ ഫ്രൈ, മട്ടൺ ഫ്രൈ, ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എക്സ്ട്രയാണ്. എക്സ്ട്രാ കാലറി അപ്പം തന്നെ വരുന്നു. ആ എല്ലാ കാലറിയും ലിവറാണ് അതിനെ മാറ്റി ഫാറ്റി ആക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ആൽക്കഹോൾ കഴിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ കാലറി കഴിച്ചു കഴിഞ്ഞാൽ അത് എക്സ്ട്രാവും, അത് ലിവർ അതിനെ ഫാറ്റാക്കും. ഡയബറ്റീസിൽ വന്നാലുള്ള വേറെ പ്രധാന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ ആക്ഷൻ കുറവാണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് ടൈപ്പ് 1 എന്ന് പറയും. അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. ഇൻസുലിൻ ഉണ്ട് പക്ഷെ അതിനെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആണ് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ്. ഇൻസുലിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ ഫാറ്റിനെ മാറ്റി ഗ്ലൂക്കോസ് ആക്കി നമ്മുടെ കോശങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ എക്സ്ട്രാ ഗ്ലൂക്കോസ് എല്ലാം കൂടുതൽ ഫാറ്റായിട്ട് വരും. മാത്രമല്ലേ, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ കാലറി വരുന്നു, അത് ലിവർ അതിനെ മാറ്റി ഫാറ്റാക്കും. അപ്പോൾ ആദ്യം ലിവറിലാണ് ഫാറ്റ് പലപ്പോഴും സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഫാറ്റ് ലിവർ വരാനുള്ള കാര്യം. ഈ 2 ടൈപ്പ് പറയുന്നുണ്ടല്ലോ, ഈ ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. അപ്പോൾ ഈ നോൺ ആൽക്കഹോളിക്കിനകത്ത് വരുന്നതാണോ ഈ ഇൻസുലിൻ കൊണ്ട്? അതെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ പേര് മാറ്റി നോൺ ആൽക്കഹോളിക് എന്നുള്ളത്. ഇപ്പോൾ പറയുന്നത് മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റീയറ്റോട്ടിക് ലിവർ ഡിസീസ് എന്ന് പറയും. ഫാറ്റി എന്നുള്ള പേര് മാറ്റി, കാരണം അതൊരു ബോഡി ഷേമിങ് ആയതുകൊണ്ട് ഫാറ്റി എന്ന് ഇപ്പോൾ യൂസ് ചെയ്യല്ല, സ്റ്റീയറ്റോട്ടിക് എന്ന് പറയും, സെയിം സാധനമാണ്. ഇപ്പം മെറ്റബോളിക്കിനകത്ത് വരുന്നതാണ് ഈ നോൺ ആൽക്കഹോളിക് അല്ല. അത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒബീസിറ്റി, പൊണ്ണത്തടി വരുന്നത്, നമുക്ക് വെയിറ്റ് വെക്കുമ്പോഴത്തേക്കും വരുന്നത്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹൈപ്പർ ലൈപ്പിഡീമിയ, ഇതെല്ലാം ഉള്ളവർക്ക് ഫാറ്റ് ലിവർ വരാം. ഒരു തുള്ളി ആൽക്കഹോൾ കഴിച്ചില്ലെങ്കിലും അവർക്ക് വരാം. വെജിറ്റേറിയൻ ആണെങ്കിലും അവർക്ക് വരാം. കാരണം വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാലറി കഴിക്കാമല്ലോ, അതിനകത്തൊന്നും വരാം. ഡോക്ടർ, അപ്പോൾ ഈ മെലിഞ്ഞിരിക്കുന്നവർക്കും ഇത് വരാൻ സാധ്യത കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്, അതെന്താ? അല്ലല്ല, അങ്ങനെയല്ല, കൂടുതലല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ വെളിയിലൊക്കെ ഇപ്പം വെസ്റ്റേൺ പോപ്പുലേഷനിലൊക്കെ ഈ ലീൻ നാഷ് എന്നാണ് പറയുന്നത്, അവർ നീൻ മാസൽ എന്ന് പറയും. അവർക്ക് ആക്ച്വലി അത് കുറവാണ്, ലീൻ ആൾക്കാർക്ക്. നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ പ്രത്യേകിച്ചും ഈ ലീനുള്ള ആൾക്കാർക്കും വരാം. അവർ കൂടുതലൊന്നല്ല, അവർക്കും പക്ഷെ വരാം. ജസ്റ്റ് ലീനാണെന്ന് വിചാരിച്ച കാര്യമില്ല. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അവരുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവാണ് കൂടുതൽ. മെലിഞ്ഞിരിക്കുന്ന ആണെന്നുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ അവരുടെ വെയ്റ്റ് സർക്കംഫറൻസ് കൂടുതലായിരിക്കും, മനസ്സിലായി, അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ഫാറ്റ് കുറവായിരിക്കും. അതായത് തിൻ ഔട്ട്സൈഡ് ഫാറ്റി ഇൻസൈഡ് എന്ന് പറയും, ടോഫി, തിൻ ഔട്ട്സൈഡ് ഫാറ്റി ഇൻസൈഡ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെയിം പ്രശ്നമാണ്. അപ്പോൾ അവരുടെ മസിൽ മാസ് കുറവാണ്, അവരുടെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. അതാണ് ഈ തിൻ മാസൽ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ? വണ്ണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റും. അപ്പം അത് എത്ര പ്രായം തൊട്ട് നമ്മളത് ശ്രദ്ധിക്കണം? കൊച്ചിലെ മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് വണ്ണം കുറവായിരിക്കും. പല പ്രശ്നങ്ങളും അവരുടെ അവർക്ക് മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാണും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഓബ്വിയസ്ലി നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുക്കും. അപ്പോൾ അവർ ആക്ച്വലി ആ ഭക്ഷണം അവർ പെട്ടെന്ന് അവർ വലിച്ചെടുത്ത് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം അവർക്ക് ആ ബോഡിക്ക് പേടിയാണ്, ഇനി അങ്ങനെ വരുമോ, മാൽ ന്യൂട്രീഷൻ വരുമോ എന്നുള്ള പേടികളുണ്ട്. അപ്പോൾ അവർ പിന്നെ
ആ സമയത്ത് നമ്മൾ കൂടുതൽ ഫീഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആക്ച്വലി. ഈ ഡോക്ടർ, ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഫാറ്റി ലിവർ വന്ന് എത്തിക്കഴിയുമ്പോഴാണ് അറിയുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തായിരിക്കും? ആദ്യമേ തിരിച്ചറിയാൻ പറ്റുമോ? ഫാറ്റി ലിവറിന് യാതൊരു സിംറ്റവും ഇല്ല, കംപ്ലീറ്റ്ലി അസിംപ്റ്റമാറ്റിക്. നമുക്കത് ഒരു തരത്തിലുള്ള സിംറ്റം അതുകൊണ്ട് വരില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മൾ എങ്ങനെയാ അറിയാം എനിക്ക് ഫാറ്റി ലിവർ? നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ ലിവർ ടെസ്റ്റ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. ലിവർ ടെസ്റ്റിനകത്തും അറിയണമെങ്കിൽ പോലും ആ ഫാറ്റിനകത്ത് ഇൻഫ്ലമേഷൻ വരണം, സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, എന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതും അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഫാറ്റി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം, അല്ല നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടായിരിക്കും ഒരു പേഷ്യൻ്റ് ആദ്യം കാണാൻ വരിക? അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പം കിഡ്നി സ്റ്റോൺ ആയിരിക്കാം, ചിലപ്പം ഗ്യാസ്ട്രിക് അസിഡിറ്റി പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമുള്ള വേദന ആയിരിക്കും, ചിലപ്പം പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് പോകുന്നതായിരിക്കാം. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം അല്ലാതെ ഫാറ്റി ലിവറിന് സിംറ്റംസ് ഒന്നും വരില്ല. അതുപോലെ ഇങ്ങനെ ഈ ഓൺലൈൻ മീഡിയാസിലൊക്കെ കേട്ടിട്ടുണ്ട് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം, 6 മാസം കൊണ്ട് മാറ്റാം എന്നൊക്കെ. ഫാറ്റി ലിവർ മാറ്റാൻ സാധിക്കുമോ അങ്ങനെ? അതെ, ഒബ്വിയസ്ലി. ഇപ്പോൾ നമ്മൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ കാലറിക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ലിവർ യൂസ് ചെയ്യാം. ഫാറ്റിനെ മാറ്റി ഗ്ലൂക്കോസ് ആക്കും. നേരത്തെ ഗ്ലൂക്കോസ് മാറ്റി ഫാറ്റി ആക്കിയ പോലെ ആ ഡെഫിസിറ്റ് വരുമ്പോൾ ഫാറ്റ് മാറ്റി ഗ്ലൂക്കോസ് ആക്കും. അപ്പം ലിവറിലുള്ള ഫാറ്റും കുറയും. മെഡിസിൻ ഉണ്ടോ അതോ ഡയറ്റ് മാത്രമാണോ ഇത്? പ്രധാനമായിട്ടും ഡയറ്റും എക്സസൈസും ആണ്. ഡയറ്റ് മാത്രമല്ല, എക്സസൈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. രണ്ടും വേണം. മെഡിസിൻ അത്ര നല്ലതല്ല, ഇപ്പം പുതിയതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അത്യാവശ്യം എല്ലാവരും എളുപ്പം ചോദിക്കും, ഡോക്ടർ എന്താ മെഡിസിൻ ചോദിക്കുക. അതല്ല, നമുക്ക് വേണ്ടത് ഡയറ്റും എക്സസൈസും ആണ്. അതുപോലുള്ള ഒരു രോഗമാണ് ലിവർ സിറോസിസ്. എന്താണ് ലിവർ സിറോസിസ്? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ലിവർ സിറോസിസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവറിന് ഡാമേജ് വന്ന് അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് തീരുമ്പോഴാണ് നമ്മൾ സിറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഡാമേജ് വരുന്ന എല്ലാം ഈ പറഞ്ഞ പോലെ ഫാറ്റ് ലിവർ ആയിരിക്കും. കാരണം ലിവർ എക്സ്ട്രാ ജോലി ചെയ്ത് ആ ഷുഗറിനെയൊക്കെ മാറ്റി ഫാറ്റാക്കി സൂക്ഷിക്കണം. അപ്പോൾ ലിവറിൻ്റെ കോശങ്ങൾ തന്നെ സൂക്ഷിക്കും. ഇപ്പം നമുക്ക് ഒരാൾ ഇപ്പോൾ 5 കിലോ വെയിറ്റ് തൂക്കിയെടുക്കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ആ പ്രയാസം വരില്ലേ? വണ്ണം വെച്ചവർക്കെല്ലാം ആ പ്രയാസമാണ്. അവർ എക്സ്ട്രാ വെയിറ്റ് ആവശ്യമില്ലാതെ അവർ കൊണ്ട് നടക്കുകയാണ്. അതാണ് അവർക്ക് നടക്കാൻ പ്രയാസം, വണ്ണമുള്ളവർക്ക്. അപ്പോൾ അതേ പ്രയാസം ലിവറിന് വരും. ആ ഫാറ്റ് അതിൻ്റെ കോശങ്ങളിൽ സൂക്ഷിച്ച് വെക്കുമ്പം അതിന് ബാക്കി ചെയ്യാനുള്ള പല പല ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ശരീരത്തിലെ വിഷം മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കുക, നമ്മുടെ രക്തം കട്ട പിടിക്കാനുള്ള ഫാക്ടേഴ്സ് ഉണ്ടാക്കുക. അങ്ങനെ പല പല വളരെ അത്യാവശ്യമുള്ള ജോലിയുണ്ട്. ആ ജോലിയൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് വേറെ ജോലി ചെയ്യാൻ കിടക്കുകയാണ്. ആ കഷ്ടപ്പെട്ട് ഫാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ആ ഫാറ്റിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ട് കുറേ കോശങ്ങൾ നശിച്ചു പോകും. അതിന് താങ്ങാൻ പറ്റാത്ത പണി വരുമ്പോൾ അത് നശിച്ചു പോകും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള കോശങ്ങൾ റീജനറേറ്റ് ചെയ്യും. അതാണ് ലിവറിൻ്റെ ഒരു പ്രധാന ഗുണം, റീജനറേഷനുള്ള കഴിവുണ്ട്. പക്ഷേ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റീജനറേറ്റ് ചെയ്ത് വർഷങ്ങളെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ റീജനറേഷൻ്റെ മാക്സിമം എത്തി റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റേജാണ് നമ്മൾ സിറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ മൊത്തം എൻ്റെ ഷേപ്പ് മാറി നോഡ്യൂൾസ് പോലെ ഇങ്ങനെ ഉരുണ്ട് വരും. അല്ലെങ്കിൽ നോർമലി നല്ല സ്മൂത്താണ് ലിവർ. അതാണ് സിറോസിസ് എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവർ പോലെ ഇതിന് സിംറ്റംസ് ഒന്നും ഇല്ലേ? അതോ സിറോസിസ് A-B-C എന്ന് 3 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 50% ഡാമേജ് ആകുന്ന സ്റ്റേജാണ്. പലപ്പോഴും അതിൽ സിംറ്റംസ് വരണമെന്നില്ല. പക്ഷേ B സ്റ്റേജ് ആകുമ്പോഴത്തേക്കും സിംറ്റംസ് വന്നു തുടങ്ങും. സ്റ്റേജിലും വരാം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കണ്ടുവരുന്നത്? സോ പലപ്പോഴും ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്നത് രക്തം ഛർദ്ദിച്ചിട്ടാണ്. കാരണം ലിവറിൻ്റെ അകത്തുള്ള പ്രഷർ വളരെ കൂടുതലാണ്. ലിവറിൽ കൂടെ ഓരോ മിനിറ്റും നമ്മൾ 1.5 ലിറ്റർ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കഴിച്ച ആഹാരം മൊത്തം ആദ്യം പോകുന്ന ലിവറിലോട്ടാണ്. അപ്പോൾ ഓരോ മിനിറ്റും ആ ബ്ലഡ് ഇങ്ങനെ ലിവറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സിറോസ് ആകുമ്പോഴത്തേക്ക് ലിവറിൻ്റെ കോശങ്ങളെ ഡാമേജ് ആയതുകൊണ്ട് ആ റോഡിനും ഡാമേജ് വരും. നമ്മുടെ സാധാരണ വന്ന റോഡ് വന്ന് ഗട്ടർ വന്ന റോഡായി മാറുമ്പോഴത്തേക്കും ട്രാഫിക് ജാം വരത്തില്ല. അതുപോലെ ആ ബ്ലഡ് അപ്പം പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. വളരെയധികം പ്രഷർ കൂടും. അങ്ങനെ കൂടുമ്പോൾ വരുന്ന കുറേ സിംറ്റംസ് ഉണ്ട്. അതൊന്നാണ് ഈ രക്തം ഛർദ്ദിക്കുന്നത്. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീര് വയ്ക്കും, വയറിൻ്റെ അകത്ത് വെള്ളം വരാം. അതും കൂടുതൽ വരുമ്പോൾ ബ്ലീഡിങ് തുടങ്ങാം. നമുക്ക് ചെറുതായിട്ട് തൊടുമ്പോൾ തന്നെ ബ്ലീഡിങ് വരാം. അതിൻ്റെയും പിന്നെ വരുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷം. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് വിഷം കാണും. നമ്മുടെ കുടലിനകത്തൊക്കെ കോടി അണുക്കളാണുള്ളത്. അതിൻ്റെയൊക്കെ വിഷമുണ്ട്. അതെല്ലാം ലിവറിൽ കൂടെ വന്ന് ലിവർ ആ വിഷമെല്ലാം മാറ്റിയിട്ടാണ് ആ രക്തം നമ്മുടെ ശരീരം മൊത്തം പോകുന്നത്. പക്ഷെ ആ രക്തത്തിനുള്ള വിഷം മാറ്റാനുള്ള കഴിവ് കുറയുമ്പം ആ വിഷമെല്ലാം ബ്രെയിനിൽ കയറി ബാധിച്ചിട്ട് നമ്മുടെ ബോധത്തിന് ചേഞ്ച് വരും. എൻകെഫലോപ്പതി എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂഷ്വൽ സിംറ്റംസ്. ഡോക്ടർ, ഈ ലിവർ സിറോസിസ് ആണോ പിന്നെ ലിവർ ക്യാൻസർ ആയിട്ട് മാറുന്നത്? അങ്ങനെയല്ല. ലിവർ സിറോസുള്ള ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. 75% ക്യാൻസറും
ലിവർ ക്യാൻസറും വരുന്നത് സിറോസിസ് ലിവറിലാണ്. എല്ലാ സിറോസിസ് മാറി ക്യാൻസർ ആകണമെന്നില്ല, പക്ഷേ സിറോസിലുള്ള ആൾക്കാർക്ക് അത് വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും അത്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്? ലിവർ സിറോസിസ് വന്ന ഒരു സ്റ്റേജ്, കാരണം അത് മരുന്ന് കൊണ്ട് നമുക്ക് അതിനെ മാറ്റി നോർമലാക്കാൻ പറ്റില്ല, അതിൻ്റെ ഷേപ്പ് പോലും മാറിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലിവറിനെ നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റി നോർമലാക്കാൻ പറ്റില്ല. എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മരുന്ന് കൊണ്ട്. ആ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് വരുമ്പോഴത്തേക്കും അതാണ് C സ്റ്റേജ് പറയുന്നത്. യൂഷ്വലി ഡീകോമ്പൻസേഷൻ എന്ന് പറയും. ലിവറിന് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നാലുള്ള പ്രോബ്ലം, നമുക്കൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ്ങോ വന്നു കഴിഞ്ഞാൽ ലിവറിന് അത് വളരെയധികം സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് താങ്ങാനാകുമ്പോൾ ലിവർ ഫെയിൽ ചെയ്യും. ലിവർ ഫെയിൽ ചെയ്ത് നമ്മൾ മരിച്ചു പോകും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും, അതായത് C സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ എത്തിക്കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് ആ ക്യാൻസറിൻ്റെതായുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രധാന ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ തന്നെയാണ്. അത്രയും ഭാഗം മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ എല്ലാ ലിവറിലും പറ്റിയില്ല. സിറോസിസ് ബാധിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. ഈ ലിവർ ക്യാൻസർ വരാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വേറെ അല്ലാതെയും വരാം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വന്നിട്ട് സിറോസിസ് വരാതെ തന്നെ വരാം. ഹെപ്പറ്റൈറ്റിസ് C വന്നിട്ട് വരാം. പക്ഷേ അതിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് C യൂഷ്വലി സിറോസിസ് വരും. പക്ഷെ അതല്ലാതെ ഫാറ്റ് ലിവർ വന്നിട്ട് അങ്ങനെയുള്ളവർക്ക് വരാനുള്ള റിസ്ക് ഉണ്ട്. പിന്നെ ഇതൊന്നും യാതൊരു കാരണം കൂടാതെയും വരാം. ഈ വെളിയിലൊക്കെ ചില ഡൈസ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഇതായിട്ട് വരാം. ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, ചില വേംസ് നമുക്കിവിടെ കുറവാണ്, ചൈനയിലൊക്കെ ഉണ്ട്, ക്ലോണോർക്കസിസ് എന്നൊക്കെ പറയുന്ന വേംസ് ഉണ്ട്, അതിനകത്തൊക്കെ വരാം. അതൊക്കെ പക്ഷേ ആക്ച്വലി മൊത്തം ലിവർ ക്യാൻസറിൽ ഒരു 20% ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. 75-80% സിറോസിസ് കൊണ്ട് തന്നെ വരുന്നതാണ്. ക്യാൻസർ അല്ലാതെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്തൊക്കെ രോഗങ്ങൾ വരുമ്പോഴായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ലിവർ ഫങ്ഷനിങ് അല്ല. സിറോസിന് പല കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഇതിനകത്ത് മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ്, അതായത് ആൽക്കഹോൾ അല്ലാതെ വരുന്ന സിറോസിസ്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ്, പൊണ്ണത്തടി, ഈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വരുന്ന ഇതുണ്ട്. അതല്ലാതെ ചില ജനറ്റിക് ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ കോപ്പർ, നമ്മൾ ശരീരത്തിലുണ്ടായിരുന്ന കോപ്പർ, അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തൊക്കെ കോപ്പറിൻ്റെ അളവ് വളരെയധികം ഉണ്ട്. അത് എടുത്ത് മാറ്റാനുള്ള ഒരു പ്രധാന സംവിധാനം ലിവറിനകത്താണുള്ളത്. അതിൻ്റെ എൻസൈം കുറഞ്ഞു കഴിഞ്ഞാൽ സിറോസിസ് വരാം. വിൽസൺസ് ഡിസീസ് എന്ന് പറയും. അതുപോലെ നമ്മുടെ അയൺ കൺട്രോൾ ചെയ്യുന്ന, നമ്മൾ അയൺ ഉണ്ട്, സാധാരണ ഉള്ള അയൺ, ചെമ്പൽ അയൺ, അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഹാരത്തിനകത്തും വെജിറ്റബിൾസിനും അതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോളിൻ്റെ ഒരു ഭാഗം ലിവറാണ്. അതിൻ്റെ എൻസൈമിന് പ്രശ്നം വന്നാൽ വരാം. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ആ ലിവറിൻ്റെ അകത്തുള്ള പിത്ത ട്യൂബ് അത് നേരെ ഉണ്ടാകാതെ വരാം. ബിലിയറി അട്രീസ് എന്ന് പറയും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ജനറ്റിക്കായിട്ട് തന്നെ വരുന്ന ഫാറ്റി ലിവറുണ്ട്. ഫാമിലിയിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട് വരാം. പക്ഷെ അതൊക്കെ റെയറാണ്. 60-70% ഒന്നീ ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റബോളിക് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, C കൊണ്ടുവരുന്നതാണ് സിറോസിസ്. ഈ പ്രായമായവർക്കാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടാന്ന് പറയാം. ഈ ചെറുപ്രായത്തിലെ കുട്ടികൾക്കും ഇങ്ങനെ വരാറില്ലേ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സ്റ്റേജ്? കുട്ടികൾക്ക് വരുന്ന സിറോസിസ് മെജോറിറ്റി ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിലിയറി അട്രീസിയ എന്ന് പറയുന്ന ജന്മനാ ഉള്ള ഒരു അസുഖമാണ്. അവരുടെ ആ ലിവറിനകത്ത് പിത്ത ട്യൂബ് നേരെ ഉണ്ടാകുന്നില്ല. ലിവറാണ് പിത്തരസം ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുന്ന കൊഴുപ്പലിയിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കിയിട്ട് കുടലിലോട്ട് വിടണം പിത്തരസം. അത് പോകുന്ന കൊച്ചു ട്യൂബ് വഴിയാണ്. ആ ട്യൂബ് നേരെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിത്തരസം ലിവറിൻ്റെ അകത്ത് കിടക്കും. അത് കിടക്കുന്ന ഡാമേജാണ്. അതാണ് ബിലിയറി അട്രീസിയ. പിന്നെ പലതരത്തിലുള്ള ജനറ്റിക് അസുഖങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള എൻസൈംസ് ഉണ്ടാകാതെ വരുമ്പോഴുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതാണ് പ്രധാനമായിട്ട് കുട്ടികൾക്ക് വരാനുള്ള കാര്യം. ഇപ്പോൾ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ മാത്രം ലിവറെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ? അല്ല, ഒരാളുടെ ലിവർ നേരത്തെ പറഞ്ഞ പോലെ ലിവറിൻ്റെ ഒരു പ്രധാന കപ്പാസിറ്റി റീജനറേഷനാണ്. നമ്മൾ ലിവറിൻ്റെ 70% എടുത്താലും അത് തിരിച്ച് വളർന്നു വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാളുടെ ലിവറിൻ്റെ ഒരു ഭാഗം മുറിച്ച് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാം. ഒരു ലൈഫ് ഡോണറും ഉണ്ട്. അപ്പോൾ എത്ര നാൾ കൊണ്ട് അത് പഴയ സ്റ്റേജിലേക്ക് വരും ആ ലിവർ? 3 മാസം കൊണ്ട് ആ ലിവർ വളർന്ന് പഴയ സ്റ്റേജ് ആകും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക? അതായത് ഈ ഡോണറും മറ്റേ ആളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഒരു സീരിയസ് കണ്ടീഷനിലായിരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ റിക്കവറി പീരീഡ് 6 മാസത്തോളം എടുക്കും. അവർക്ക് എന്നിട്ട് ആൻറ്റി റിജക്ഷൻ മെഡിസിൻസ് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. അപ്പോൾ ആ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ, അതിൻ്റെ എഫക്റ്റ് ഉണ്ടോ, അതിൻ്റെ ചെക്കപ്പ് എല്ലാം വേണ്ടി വരും. പ്രധാനമായിട്ടും നമുക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. ഓബ്വിയസ്ലി അവരുടെ ഡയറ്റും എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കഹോൾ പാടില്ല. ഈ കഴിക്കുന്ന മരുന്നിൻ്റെയൊക്കെ ലെവൽ കറക്റ്റാണോ അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളുണ്ട്. റിജക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ ടൈപ്പ് പല കാര്യങ്ങളുണ്ട്. ഇയർലി ചെക്കപ്പ് നടത്തണോ? ഈ ആദ്യമൊക്കെ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. എവറി 2 വീക്സ് എവറി മന്ത് ഒക്കെ ആദ്യം നോക്കും. യൂഷ്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ പിന്നെ എവറി 4 to 6 months അവർക്ക് റെഗുലർ ഫോളോ അപ്പ് കാണും.
ലൈഫ് ലോങ് ഫോളോ അപ്പ് വേണ്ടി വരും അവർക്ക്. കംപ്ലീറ്റ് സക്സസ് ആയിരിക്കുമോ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ്? നമ്മുടെ ഇപ്പോൾ അമൃത ഹോസ്പിറ്റൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 85% ആണ്. 100% സക്സസ് റേറ്റ് ലോകത്തൊരു ആശുപത്രി ഇല്ല, അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല. കാരണം വളരെ വളരെ മേജർ ഓപ്പറേഷൻ 10 hours ഒക്കെ എടുക്കുന്ന ഒരു സർജറിയാണ്. എങ്ങനെയാ ഇതിന്റെ സർജറിയും കാര്യങ്ങളെന്നൊന്ന് പറയാവോ? അതായത് സർജറി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഈ റെസിപ്പിയൻ്റ് ലിവർ എടുത്ത് മാറ്റുക. അത് 90% കേസിൽ ലിവർ മൊത്തമായിട്ട് നമ്മൾ എടുത്ത് മാറ്റും, അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റില്ല. അങ്ങനെ ഉണ്ട് ഓപ്പറേഷൻ, പക്ഷേ മെജോറിറ്റി കേസസിൽ നമ്മൾ ലിവർ മൊത്തം എടുത്ത് മാറ്റും. ലിവർ മാറ്റുമ്പോഴത്തേക്കും ആ ലിവറിൽ കൂടെ പോകുന്ന രക്തക്കുഴൽ കുറേ എണ്ണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓരോ മിനിറ്റ് 1.5 ലിറ്റർ ബ്ലഡ് പോവുകയാണ്. അത് 2-3 രക്തക്കുഴൽ വഴി ലിവറിൽ പോയിട്ട് ലിവർ അതിൻ്റെ ജോലിയെല്ലാം ചെയ്ത് 2-3 രക്തക്കുഴൽ വഴി ഹാർട്ടിലോട്ട് പോവുകയാണ്. അതിൽ ലിവറിൽ നിന്ന് വരുന്ന പിത്ത ട്യൂബുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിവർ എടുത്ത് മാറ്റുമ്പം ഇത്രയും സ്ട്രക്ചേഴ്സ് അവിടെ കാണും. രണ്ടാമത്തെ ഭാഗം നമുക്ക് ഡോണറിൻ്റെ ലിവർ എടുക്കുക എന്നുള്ളതാണ്. ഒന്നീ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ലിവർ ആയിരിക്കും, അതാണെങ്കിൽ മൊത്തം ലിവർ നമ്മൾ യൂഷ്വലി എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ഡോണർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലിവറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. എത്ര എടുക്കണമെന്നുള്ളത് റെസിപ്പിയൻ്റെ വെയിറ്റ് അനുസരിച്ചാണ്. ചിലപ്പോൾ ഒരു 30% മതി, ചിലപ്പോൾ ഒരു 40% ആയിരിക്കും, ചിലപ്പോൾ ഒരു 60% മതി. ഇങ്ങനെ ആവശ്യമുള്ള ഭാഗം നമ്മൾ എടുക്കും. അതെടുക്കുന്ന രണ്ടാമത്തെ ഓപ്പറേഷൻ. മൂന്നാമത് ആ എടുത്ത ലിവർ കൊണ്ട് ഈ റെസിപ്പിയനിൽ പിടിപ്പിക്കണം. ഇപ്പോൾ കുറേ സ്റ്റിച്ചിങ് കാര്യങ്ങളുണ്ട്. ഈ മൊത്തത്തിലുള്ള ഓപ്പറേഷൻ 8 to 10 hours എടുക്കും. ഓപ്പൺ സർജറി ആയിരിക്കുമോ? ഓപ്പൺ സർജറിയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഞങ്ങളിപ്പം കീ ഹോളും ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെയും. ഡോണറിൻ്റെ 90% കീ ഹോളാണ് ചെയ്യുന്നത്. റെസിപ്പിയൻ്റെയും കീ ഹോൾ ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുറിവ് ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പം ഈ സർജറി കഴിയുമ്പം എന്തൊക്കെ ഫുഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഫുഡ് ആക്ച്വലി ഹെൽത്തി ഡയറ്റ് എന്നുള്ള കാര്യം മാത്രം മതി. അല്ലാതെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ വെജിറ്റേറിയൻ മാത്രമേ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നോൺ വെജും കഴിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഹെൽത്തി ഫുഡായിരിക്കണം. പ്രധാനമായിട്ടും വളരെ എളുപ്പമാണ്. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുന്തോറും അത് അൺഹെൽത്തി ആവാനാണ് സാധ്യത. കാരണം ഈ ടേസ്റ്റ് മൊത്തം ഷുഗറും ഫാറ്റും കൊണ്ടാണ്. അപ്പോൾ ഈ ഫാറ്റി ഫുഡ്സും ഷുഗറി ഫുഡ്സുമാണ് ഏറ്റവും കേട്. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറയും, അതാണ് ഏറ്റവും കേട്. അത് നമ്മൾ യൂഷ്വലി ഉള്ള ബേക്കറി ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പഫ് അല്ലെങ്കിൽ പറഞ്ഞ ഈവൻ ബ്രെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒത്തിരി ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. കാരണം അവർ ആ ഫാറ്റ് കട്ടയാക്കാൻ വേണ്ടി അവർ എക്സ്ട്രാ മോളിക്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ആ ആഡ് ചെയ്യുന്ന ഓയിൽസ് വളരെ മോശമാണ്. അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ വളരെ മോശമാണ്. അതുപോലെ തന്നെയാണ് ഷുഗറും. ഈ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ ഷുഗർ. കാർബോഹൈഡ്രേറ്റ് റിഫൈൻ ചെയ്താണ് ഷുഗർ ആകുന്നത്. എത്രയും കൂടുതൽ റിഫൈൻ ചെയ്യുന്നു അത്രയും മോശവും. ഇപ്പോൾ നമ്മൾ ഇഡലി കഴിക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല, അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ അത് മാറ്റി പഞ്ചസാര ആകുമ്പോഴത്തേക്ക് അത് വളരെ മോശമാവും. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, പിന്നെ ഓഫ് കോഴ്സ് ആൽക്കഹോൾ, ഇതൊക്കെയാണ് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ അമിതമായ എരിവ് കഴിക്കുക അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അതായത് ഇപ്പം മന്തി പോലെ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ എരിവായിരിക്കും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? വളരെ നല്ല ചോദ്യമാണ്. കാരണം ഒത്തിരി പേര് ഇത് ചോദിക്കും. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് ഒരു ലെവൽ വരെ നല്ലതാണ് ആക്ച്വലി. കാരണം അതിൻ്റെ അകത്തുള്ളത് ക്യാപ്സൈസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് ആക്ച്വലി നമ്മുടെ ഹെൽത്തിന് ചിലത് പ്രൊമോട്ട് ചെയ്യും. ആക്ച്വലി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് മിതമായി കുഴപ്പമില്ല. അത് ഒത്തിരി എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൻ്റെ ലൈനിങ്ങിനെല്ലാം കേട് വരുത്താം. അങ്ങനെ അൾസർ വരത്തില്ല, പക്ഷേ അൾസർ ഉള്ളവർക്ക് അത് ഹീലിങ്ങിനുള്ള ചാൻസ് കുറയ്ക്കും. ഞങ്ങൾക്ക് പണ്ട് പഠിക്കുമ്പോഴത്തേക്കും ഹറി വറി കറി ഇതാണ് അൾസർ ഉണ്ടാക്കുന്നതെന്ന് പറയും. പക്ഷെ അതിനകത്തുള്ള കറി എന്നുള്ള കാര്യം ഇപ്പോൾ അൾസർ ഉണ്ടാക്കുന്നില്ല, പക്ഷെ അൾസർ ഉള്ളവർക്ക് അത് ഹീൽ ചെയ്യിക്കാൻ താമസിക്കും. സോ ഒരു ലെവൽ വരെ ഇത് കറി കുഴപ്പമില്ല ആക്ച്വലി. പക്ഷേ ഒബ്വിയസ്ലി ഒത്തിരി ചൂടാക്കി നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വരുന്നത് നല്ലതല്ല. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ്. അത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി, എനിക്കൊന്ന് ഈ വരെ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താണെന്ന് ഓരോന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാമോ? ബേസിക്കലി ഓരോ വൈറസും കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവരതിൻ്റെ ABCD എന്ന് പേരിട്ട് വന്നതേ ഉള്ളൂ. നമുക്കിവിടെ കേരളത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എയും ബിയും സിയും ആണ്. ഭാഗ്യത്തിന് ബിയും സിയും ആക്ച്വലി ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ബി കുറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വാക്സിനേഷൻ ഉണ്ട്. കൊച്ചിലെ ഇപ്പോൾ സ്കൂളിൽ തന്നെ അതിൻ്റെ വാക്സിനേഷൻ കമ്പൽസറി ആയതുകൊണ്ട് ബി വളരെ കുറവാണ്. എ ഒരു വലിയ പ്രോബ്ലമാണ് ഇപ്പോൾ. അത് പ്രധാനമായിട്ടും വരുന്നത് അൺഹെൽത്തി കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് വരുന്നതാണ്. അതായത് നമ്മുടെ ഈ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വയറിനകത്ത് വന്നിട്ട് ലിവറിൽ വന്ന് അത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ മോഷൻ വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് എ പോകുന്നത്. അപ്പോൾ ഈ മോഷൻ വന്നിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് ഇപ്പോൾ കിണറ്റിലുള്ള വെള്ളം, മനസ്സിലായില്ല, അങ്ങനത്തെ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത വെള്ളം, അങ്ങനെയുള്ള വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് അതുവഴി ഹെപ്പറ്റൈറ്റിസ് എ വരും. അത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പ്രോബ്ലം വരും. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വരുന്ന വെറൈറ്റി ഹെപ്പറ്റൈറ്റിസ് എ പണ്ട് കാണുന്ന പോലെയല്ല. പണ്ട് ഉള്ളവരിൽ 95% റിക്കവർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. ഒരു 10-15% ആൾക്കാർക്ക് വളരെ സിവിയറായിട്ട് വന്നിട്ട് പലർക്കും ട്രാൻസ്പ്ലാന്റ് വരെ വേണ്ടി വന്നിട്ടുണ്ട്.
ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരുന്നത് ബ്ലഡ് വഴിയാണ് യൂഷ്വലി. അപ്പോൾ നമ്മൾ ബ്ലഡ് പ്രോഡക്ട്സ് കൊടുക്കുമ്പോഴോ അങ്ങനത്തെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ വരുന്നത്. അതും ഇപ്പോൾ അത് നമ്മളിപ്പോൾ എല്ലാ നീഡിൽസും ഡിസ്പോസിബിളാണ്. അതുപോലെ എല്ലാ ബ്ലഡും നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതുവഴി വരുന്ന ട്രാൻസ്മിഷൻ കുറവാണ്. സെക്ഷുവലായിട്ടും വരാം. പക്ഷേ അതായത് ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ അവരുടെ സെക്ഷൽ പാർട്ട്നേഴ്സിന് അത് സെക്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ചെറിയ മുറിവ് വരുമ്പോഴത്തേക്ക് അതുവഴിയാണ് ഈ വൈറസ് വരുന്നത്. ഡി എന്ന് പറയുന്ന സാധനം ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കൂടെ വരുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഇ എ പോലെ തന്നെ ഈ വെള്ളത്തിൽ നിന്നും കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ അത് കുറവാണ്. നോർത്ത് ഇന്ത്യയിലാണ് കുറച്ചും കൂടെ കൂടുതൽ. എസ്പെഷ്യലി അത് പ്രഗ്നൻസി ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അബോർഷൻ വരാം, അവർക്ക് കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ വരാം. ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ അത് കുറവാണ്. ഡോക്ടർ, അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ? ഹെപ്പറ്റൈറ്റിസ് സി ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതിനുള്ള മരുന്ന് വളരെ എഫക്റ്റീവ് മരുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് മരുന്നുണ്ട്, പക്ഷെ നമുക്ക് ലൈഫ് ലോങ് കഴിക്കണം. കാരണം നമ്മുടെ ആ കോശത്തിൽ നിന്ന് അത് പോകില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് അവിടുന്ന് വളർന്നു വരാതിരിക്കാൻ വേണ്ടി ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും. ഹെപ്പറ്റൈറ്റിസ് എക്ക് ഇപ്പോൾ വാക്സിനേഷൻ ഉണ്ട്, അതെല്ലാവരും എടുക്കണം, നിർബന്ധമാണ്, നല്ലതാണത്, എടുക്കണം. 2 ഡോസേ ഉള്ളൂ. എത്ര വയസ്സിലാണ് അത് എടുക്കേണ്ടത്? അത് കൊച്ചിനെ മുതലേ എടുക്കാതെ ആക്ച്വലി എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, എടുക്കാതെ. അതിൻ്റെ ഡോസ് അനുസരിച്ച് കുട്ടിയുടെ ഏജ് അനുസരിച്ച് 1-2 ഡോസ് വരും. അത് നമുക്ക് എടുക്കാതെ നല്ലതാണത്. ഹെപ്പറ്റൈറ്റിസ് ഇക്ക് ഇയും എയും വരാതിരിക്കാനുള്ള നമ്മൾ ബേസിക്കലി നമ്മുടെ ഫുഡ്, അതായത് നമ്മൾ ബോയിൽഡ് വാട്ടർ യൂസ് ചെയ്താൽ തന്നെ നല്ലൊരു സമാധാനം മാറി കിട്ടും. നമ്മൾ പലപ്പോഴും വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അപ്പോഴായിരിക്കുമല്ലോ ഈ പ്രശ്നം പലപ്പോഴും വരുന്നത്. യൂഷ്വലി ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് വരുമ്പോഴത്തേക്കുള്ള ഇതിൽ നിന്നൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ വരുന്നത്. ഈ അമിതമായി ഈ ജിമ്മിലൊക്കെ പോകുന്നത് അമിതമായി മുട്ട കഴിക്കും, പ്രോട്ടീൻ അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഈ മുട്ടയെക്കുറിച്ച് പറഞ്ഞ പോലെ പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണല്ലോ, മുട്ട കഴിക്കും കൊളസ്ട്രോൾ കൂടും. ആക്ച്വലി തെറ്റിദ്ധാരണയാണ്. എഗ് ഈസ് ഓക്കെ. ആക്ച്വലി കൊളസ്ട്രോൾ ഉണ്ട്, കുറച്ചുണ്ട്, പക്ഷേ അത് ഇറ്റ്സ് എ ഹെൽത്തി കൊളസ്ട്രോൾ, കൂടുതൽ അൺസാച്ചുറേറ്റഡ് കൊളസ്ട്രോൾ ആണ്. അതുകൊണ്ട് ഇപ്പം WHO അവരുടെ ഹെൽത്ത് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 2 eggs ഡെയിലി, ഫുൾ എഗ്സ്, വെള്ളം മാത്രമല്ല ഫുൾ എഗ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഗ് വൈറ്റ് ആക്ച്വലി 3-4 കഴിച്ചാലും പ്രോബ്ലം ഇല്ല, എസ്പെഷ്യലി നമ്മൾ അത്ര എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നല്ല പ്രോട്ടീനാണത്. പക്ഷേ ഓബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ എന്തും അമിതമായി കഴിഞ്ഞാൽ നല്ലതല്ല. അപ്പം ബാക്കിയുള്ള പ്രോട്ടീൻസും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കനോ മട്ടനോ ഈവൻ ബീഫ് വരെ നമ്മൾ ഒരു മതിയായിട്ട് ഒരു മിതമായിട്ട് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഫിഷ് ഈസ് വെരി ഗുഡ്. പക്ഷേ ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയിലാണ് കാര്യം. സാധാരണ പോലെ കറി കഴിക്കുന്നത് കുഴപ്പമില്ല. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുന്നത് മാത്രമല്ല, അത് വളരെ കേടാകും. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മളിവിടെ കഴിക്കുന്ന എല്ലാം ഫ്രൈഡ് ഐറ്റംസാണ്. പൊറോട്ട അത് ഫുള്ളി അതിൻ്റെ അകത്ത് ട്രാൻസ് ഫാറ്റ്സ് ആണ്, മനസ്സിലായില്ല? അത് ഒരു തരത്തിലുള്ള ഫൈബറും ഇല്ല, ഹൈ കാലറിയാണ്, അതിനകത്ത് ഒത്തിരി ട്രാൻസ് ഫാറ്റ്സ് എന്ന സാധനമുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കേടാണ്. ഡോക്ടർ, അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ലിവർ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി കഴിക്കാൻ ഒരു ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? സോ വെജിറ്റബിൾസ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. ഫ്രൂട്ട്സ് 1 to 2 ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം. ഈ ഫ്രൂട്ട്സിന് അതിൻ്റെ ടേസ്റ്റ് കൂടുന്തോറും നല്ലതല്ല. ആക്ച്വലി ഫ്രക്ടോസ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്. ഫ്രക്ടോസും ഗ്ലൂക്കോസ് പോലെ തന്നെ മോശമാണ്. ഫോർ എക്സാമ്പിൾ മാങ്ങയ്ക്ക് ഒത്തിരി ഫ്രക്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞ് കഴിച്ചുകൂടാന്നല്ല, ഒത്തിരി മാങ്ങ കഴിക്കുന്നത് നല്ലതല്ല. നമ്മുടെ സാധാരണയുള്ള നമ്മുടെ മലയാളിയുടെ പാരമ്പര്യമായിട്ടുള്ള ഫുഡ് എല്ലാം നല്ലതാണ്. ഇഡ്ഡലി, സാധാരണയുള്ള ദോശ, അത് ഗീ ദോശയായി അല്ലെങ്കിൽ മസാല ദോശ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം പോയിട്ട് അത് കേടാവും. പുട്ടും കടലയും വളരെ നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം വരും. കഞ്ഞി സൂപ്പർ സാധനമാണ് ആക്ച്വലി, ഭയങ്കര ആർക്കും ഇഷ്ടമല്ല. പക്ഷേ കഞ്ഞി, എസ്പെഷ്യലി പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്, നല്ല കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, അതിനകത്ത് എനർജി ഉണ്ട്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പലതരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്, അത് വളരെ നല്ലതാണ്. ബാക്ടീരിയ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ മലയാളി ഫുഡ് വളരെ ഹെൽത്തിയാണ്. നമ്മൾ മോഡേൺ ആവും തോറുമാണ് ഈ പ്രശ്നം വരുന്നത്. ഫാസ്റ്റ് ഫുഡ് ആവും തോറും അത് വളരെയധികം മോശമാവും. ഡോക്ടർ, ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് വായനാറ്റം കൂടുതൽ ഉണ്ടാവുന്നത് നമ്മുടെ കരളിന് ബുദ്ധിമുട്ടുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണെന്ന്. അത് ഒരു സിംറ്റമായിട്ട് എടുക്കാവോ? കരളും വായനാറ്റമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ലിവർ ഡിസീസ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് മാറ്റുന്നൊരു പ്രധാന ജോലിയാണ് ലിവറിൻ്റെ. നമ്മുടെ വേസ്റ്റ്, പ്രധാനമായിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് അമോണിയ നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഈ ബാക്ടീരിയയിൽ നിന്നും കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ. അത് ലിവറാണ് അതിനെ മാറ്റി യൂറിയ ആക്കിയിട്ട് യൂറിൻ വഴി കളയുന്നത്. അപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ അത്രയും കുറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, അമോണിയയുടെ ഫംഗ്ഷൻ അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിനെ ബാധിക്കും. അത് നമ്മുടെ ബ്രത്തിൽ കൂടെയും വരും, ഫീറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു മണം
ലിവറിൻ്റെ കൊണ്ട് വരും. പക്ഷേ വളരെ അഡ്വാൻസ് ഡിസീസാണ്. അല്ലാതെ ഉള്ള ഈ യൂഷ്വലായിട്ടുള്ള ഈ വായ്നാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡെൻറ്റൽ ഹൈജീൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതുപോലെ വേറെ പറഞ്ഞു കേട്ടുള്ളതാണ് ഈ കാലിനും കൈക്കും ഒക്കെ നീര് വെക്കും, വീക്കം വരുമെന്ന്. അതും ഒരു സിംറ്റമാണ്. അത് പല ലിവർ മാത്രമല്ല, കിഡ്നിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വരാം, ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വരാം. നമ്മുടെ ശരീരത്തിൽ വെള്ളം കൂടുക എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. യൂഷ്വലി ഒരു സിസ്റ്റമിക് ഡിസീസ് എന്ന് പറയും. അല്ലാതെ ലോക്കലായിട്ട് രക്തക്കുഴലിന് ബ്ലോക്ക് വന്നാലും വരാം, വെയിൻസിന് ബ്ലോക്ക് വന്നാലും വരാം. പക്ഷെ അല്ലാതെ യൂഷ്വലി വരുന്നത് നമ്മൾ ആദ്യം നോക്കുന്ന ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടോ, പിന്നെ ലിവർ ഉണ്ടോ, കിഡ്നി ഉണ്ടോ, ഇങ്ങനെ ഇതിനെല്ലാം വരാം. അതുപോലെ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടുള്ള ഒരു രോഗമാണ് കരൾ വീക്കം സംഭവിക്കുക എന്ന്. എന്താണ് കരൾ വീക്കം സംഭവിക്കുക? കരൾ വീക്കം എനിക്ക് തോന്നുന്നത് സിറോസിൻ്റെ ഒരു മലയാളം ടേം തന്നെയാണ്. ബിക്കോസ് ഈ കരളിന് ആദ്യം ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്ക് അത് വീർക്കും. ഈവൻ ഫാറ്റ് ലിവർ ആയി കഴിഞ്ഞാൽ ആ ഫാറ്റ് ഡെപ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ വണ്ണം വയ്ക്കുന്ന പോലെ ലിവറും വണ്ണം വയ്ക്കും. അതിൻ്റെ വന്ന് പിന്നെ ഡാമേജ് ആയി തുടങ്ങും തോറുമാണ് അതിൻ്റെ ചുരുങ്ങുന്നത്. അപ്പോൾ സിറോസ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ കരൾ വീക്കം വന്നത് ആക്ച്വലി ചുരുങ്ങും. പക്ഷെ എനിക്ക് തോന്നുന്നു കരൾ വീക്കം എന്ന് ഉദ്ദേശിക്കുന്നത് സിറോസ് തന്നെയാണ്. ഈ ഫാറ്റ് ലിവറും ലിവർ സിറോസിസും എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലേ? ഫാറ്റ് ലിവർ വന്ന് മാറിയിട്ടാണ് അത് സിറോസ് ആകുന്നത്. അപ്പോൾ ലിവർ ഡാമേജ് ആകുമ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് സൈൻ ഫാറ്റ് ലിവർ ആകുന്നുള്ളതാണ്. പിന്നെ ഫൈബ്രോസിസ് എന്ന് പറയും, പിന്നെ സിറോസിസ്. ഡോക്ടർ നേരത്തെ നമ്മൾ സർജറിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കീ ഹോൾ സർജറിൻ്റെ കാര്യം പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് പറയുമോ? കാരണം ഒരു ചെറിയ മുറിവിലൂടെ എങ്ങനെയാണ് ഇത്രയും വലിയ കരൾ നമ്മൾ മാറ്റി വെക്കുന്നത്? അതെ, വളരെ നല്ല ചോദ്യമാണത്. അപ്പോൾ കീ ഹോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുറിവിൻ്റെ അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ പൊസിഷനും കുറയുന്നുള്ളതാണ്. കാരണം ലിവർ ഇവിടെയാണ്, ഇത് വലത് സൈഡിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിവറിലോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് പ്രധാനമായിട്ടുള്ളൊരു മുറിവ് വേണം. ഇച്ചിരി വലിയ മുറിവായിരിക്കും. ഈ ഭാഗത്താണ് നമ്മുടെ മസിൽസ് ഉള്ളത്. 6 പാക്ക് എന്ന് കേട്ടിട്ടുള്ള ആ മസിലിൻ്റെ പ്രധാന ഭാഗമല്ല ഇതാണ്. അപ്പോൾ അത് മുറിച്ചിട്ട് വേണം നമുക്ക് അകത്ത് പോയി ഈ ലിവറിനെ മുറിച്ചെടുക്കുകയോ മൊത്തമായിട്ട് ലിവർ എടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി അതിൻ്റെ മുറിവിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 25 സെൻറ്റിമീറ്റേഴ്സ് എത്തും. അത് മസിൽ മൊത്തം മുറിച്ചാണ് പോകുന്നത്. പിന്നെ ഇവിടെ വലിയൊരു പാടാണ്. അപ്പോൾ ആ മസിൽ മുറിച്ച് പോകുമ്പോൾ അത് ഹീൽ ചെയ്യാൻ തന്നെ ആക്ച്വലി 6 മാസമാണ് അതിൻ്റെ ഹീലിംഗ് സമയം. നമ്മൾ എടുത്ത ലിവറും വളർന്നു വരാൻ 3 മാസം മതി. പക്ഷേ ഈ വെളിയിലുള്ള മുറിവാണെങ്കിൽ അതിനേക്കാളും സമയം എടുക്കും. മാത്രമല്ല അത് കാണാൻ ഭയങ്കര ബോറാണ്. നമ്മൾ കാരണം തുറന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സാരി എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡോണറിലാണെങ്കിൽ ലിവർ മുറിക്കുന്ന ആ പ്രക്രിയ മൊത്തം 4 കീ ഹോൾ നമ്മൾ യൂഷ്വലി റോബോട്ട് വഴിയാണ് ചെയ്യുന്നത്. അത് കീ ഹോൾ തന്നെയാണ്, റോബോട്ടിക് കീ ഹോൾ വഴി അതെല്ലാം ചെയ്യും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ലിവർ എടുക്കാൻ അത് കീ ഹോൾ വഴി വരില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു മുറിവ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പക്ഷേ ചെറിയൊരു മുറിവ് മതി. അത് യൂഷ്വലി ഒരു 10 മുതൽ 13 സെൻറ്റിമീറ്റർ നീളത്തിൽ മതി. അത് നമ്മൾ താഴെ ഭാഗത്തായിട്ടും കോസ്മെറ്റിക് ആയിട്ട്. അപ്പോൾ അത് അണ്ടർവെൻ്റെ അടിയിൽ അങ്ങ് പൊക്കോളും. മസിൽ അധികം മുറിക്കണ്ട. അപ്പോൾ ഹീലിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ സെയിം സംഭവം ഡോണേഴ്സിന് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് അതാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് ലിവർ സ്വീകരിക്കുന്നവർക്കും നമ്മളിപ്പോൾ അതുപോലെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സെയിം ഗുണമാണ്. അതായത് ചെറിയൊരു മുറിവ് മതി. മറ്റേ വലിയ മുറിവ് ആകുമ്പോഴത്തേക്കും അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പലപ്പോഴും അവർക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിൽ ഹേണി വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അവർക്ക് ചില മരുന്നുകൾ നമ്മുടെ മസിലിൻ്റെ ആ സ്ട്രെങ്ത് കുറച്ചിട്ട് ഹേണി വരാൻ അത് പിന്നെ വളരെ ന്യൂസൻസാണ്. അപ്പോൾ ഈ ചെറിയ മുറിവ് ആകുമ്പോഴത്തേക്കും ആ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ലിവർ മൊത്തം മുറിക്കുന്നതൊക്കെ ലിവർ ആ മാറ്റാനുള്ള പരിപാടികളൊക്കെ റോബോട്ട് വഴി ചെയ്യും. ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കി ലിവർ അങ്ങ് എടുക്കും. ആ മുറിവ് കൂടെ പുതിയ ലിവർ ഇട്ടിട്ട് തയ്ക്കുന്നതൊക്കെ റോബോട്ട് വഴി ചെയ്യാം. എത്ര സമയം എടുക്കും ഇതിന് ഈ സർജറി? ഓപ്പൺ ഓപ്പറേഷനേക്കാൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. സാധാരണ ഓപ്പൺ ഓപ്പറേഷൻ ഒരു 6 to 10 hours ആണെങ്കിൽ ഇതൊരു 10 to 12 hours എടുക്കും. കംപ്ലീറ്റ് സക്സസ് ആയിരിക്കും. മെജോറിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.